मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഇതെന്താ ഇന്ന് കോൺഫ്ലെക്സ് എന്ന് സോർദാർ? ദിവസവും ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. എനിക്കും ബ്രേക്ക് വേണം. ഓ, നിന്റെ ബ്രേക്ക് കാരണം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതായിരിക്കുകയാണ്. സംശയമുണ്ടോ? കേക്ക് കുട്ടികളെ, ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. വൈകിട്ട് 4 മണിക്ക് ഗുഡൂസ് ആർട്ട് ഗാലറിയിൽ പെയിന്റിംഗ് എക്സിബിഷൻ ഉണ്ട്. താങ്ക് യു മാഡം. പക്ഷെ എനിക്ക് പെയിന്റിംഗിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഇല്ല, നിങ്ങൾ നോക്കാൻ വേണ്ടി അല്ല ഞാൻ വിളിച്ചത്. നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ അവിടെ പോയി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എല്ലാവരും എന്റെ പെയിന്റിംഗ് അവിടേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു തരണം. ഓഹോ, അപ്പൊ മാഡം പെയിന്റ് ചെയ്തോ? അതെ, അതവിടെ എക്സിബിഷനിൽ വെക്കുകയും ചെയ്യും. ഇന്ന് ഓഫീസിൽ അർജന്റ് ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെ പെയിന്റിംഗ് എടുക്കാൻ വരാൻ കഴിയില്ല. പെയിന്റിംഗ് ഞാൻ ബെഡ്റൂമിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അതെല്ലാം എടുത്തുകൊണ്ട് ഗുഡൂസ് ആർട്ട് ഗാലറിയിലേക്ക് വരണം. ഓക്കേ മാഡം. ഓർമ്മയിരിക്കട്ടെ, പെയിന്റിങ്ങിനൊന്നും സംഭവിക്കരുത്. എക്സിബിഷനിൽ പെയിന്റിംഗ് വാങ്ങിക്കാൻ ആൾക്കാരുണ്ടാകും. എന്റെ പെയിന്റിംഗ് വിൽക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിത്തരും. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വിൽക്കും. ഓൾ ദ ബെസ്റ്റ് മാഡം. താങ്ക് യു. കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിക്കണേ. ദേ അവിടെയുണ്ട്. തുറന്നു നോക്കിയാലോ മാഡം എന്താ പെയിന്റ് ചെയ്തിരിക്കുന്നെന്ന്? പിന്നെ വീണ്ടും അത് പൊതിയേണ്ടി വരും. സംശയമുണ്ടോ? വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. മിണ്ടാതെ വരാൻ നോക്ക്. ഇതെന്താ? എടാ ചെറുക്കാ, നോക്കിയിട്ട് വേണ്ട ഈ ചവറുകളെല്ലാം ഇടാൻ. സംശയമുണ്ടോ? എടാ, ആരാണ് നീ ചേക്കാന്ന് പറഞ്ഞത്? എന്നെ കൊട്ടേങ്ങ് തിരിച്ചതാ. പിടിച്ചോ ചേർക്കാ. ചേക്കാന്ന് പറയുന്നോ? നിക്ക്, ഇപ്പൊ കാണിച്ചു തരാം നിന്നെ. ഓടിക്കോ. നീ എന്താണ് ഇറക്കായി കാണിക്കുന്നേ? എടാ തടിയാ, ചെക്കൻ ഞാനല്ല, തന്റെ കുടുംബം മുഴുവൻ ചെക്കന്മാരാ. ഇന്നു തൊട്ട് ഞാൻ ഇനി ഒരു ചെറിയ ചെറുക്കനെ ചെറുക്കാന്ന് വിളിക്കില്ല.
ഈ ചെക്കനെന്താ ഇത്രയ്ക്ക് ദേഷ്യം? ചെറിയ പിള്ളേർക്ക് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ചിലപ്പോ ഇഷ്ടപ്പെടില്ലെന്നേ. അപ്പൊ പിള്ളേരെ നമ്മൾ എങ്ങനെയാ വിളിക്കേണ്ടത്? എടാ കഴുതേ, പിള്ളേരെ പിള്ളേരെ എന്നല്ല പിന്നെ എങ്ങനെയാ വിളിക്കുക? സംശയമുണ്ടോ? നമ്മളും ചെറുക്കാന്നല്ലേ വിളിച്ചുള്ളൂ, അതിനെന്താ ഇത്ര ദേഷ്യപ്പെടുന്നേ? എടാ ഹണി, നീ ഒന്ന് തിരിഞ്ഞു നോക്കിയേ, അവൻ പുറകെ വരുന്നുണ്ടോ ഇല്ലേന്ന്. ഇല്ല, ഒരു അമ്പ് പോലെ അവൻ നമ്മുടെ പിറകെ തന്നെ വരുന്നുണ്ട്. സംശയമുണ്ടോ? ആ എഴുന്നേക്ക്, വേഗം ഓട്, അവൻ പുറകെ തന്നെ വരുന്നുണ്ട്. എന്ത് പണിയാണ് നീ കാണിച്ചത്? ഇനി എത്ര ഓടോ നോക്കാലോ. നിക്കടവിടെ. കുടിക്ക് കുടിക്ക് കറിവേപ്പിലയുടെ ജ്യൂസ്. അതെ, ഒരെണ്ണം കൂടി വേഗം ഉണ്ടാക്ക്. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന് ദിവസം കറിവേപ്പിലയുടെ ജ്യൂസ് കുടിക്കാൻ കൊടുക്കണമെന്ന്. ഇനി എപ്പോഴെങ്കിലും എന്റെ ഏരിയയിലേക്ക് വാ, അപ്പൊ മനസ്സിലാക്കി തരാം ഈ ചെറുക്കൻ ആരാണെന്ന്. അയ്യോ എനിക്ക് വയ്യേ, എന്തൊരു ക്ഷീണോ. ആ, ഓടി ഓടി നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തി. അത് കണ്ടോ, ഗുഡു ആർട്ട് ഗാലറി. സംശയമുണ്ടോ? ഓഹോ, ഇവരൊക്കെ ഇതുവരെ എവിടെ പോയി കിടക്ക? ഇത് എന്താണ്? പെയിന്റിംഗ് ആണ് മാഡം. ആദ്യത്തെ കാര്യം ഇതാണ്, ഞാൻ എന്റെ പെയിന്റിങ്ങിനെ പാക്കിംഗ് ചെയ്തില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം ഇതാണ്, നിങ്ങൾ എന്നെ വൈറ്റ് ക്യാൻവാസിലാണ് എടുത്തോണ്ട് വന്നിരിക്കുന്നത്. എന്റെ അടുത്ത പെയിന്റിങ്ങിനെ ഞാൻ പുതിയതായിട്ട് ഓർഡർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇല്ല, നിങ്ങൾ എന്റെ ക്യാൻവാസിനെ നശിപ്പിച്ചു. ഇല്ല മാഡം, ഇത് പുറത്ത് അങ്ങനെയുള്ളൂ, അകം നല്ലതാ. ഓ മിസ് കാഡ്കർ, മോഡേൺ ആർട്ട്. ഗുഡ് 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 ഗുഡ്, ഭംഗിയായിരിക്കുന്നു. ഇത് ഉടനെ തന്നെ അവിടെ വെക്കൂ. ഓ അല്ല, മിസ്റ്റർ ഗുഡു, ഞാൻ പറയുന്ന ഒന്ന് കേക്കൂ. വൗ. അത്യുഗ്രനാണല്ലേ. ഇത് കണ്ടതും നീ ഗുഡു 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 ഇത് ഫീൽ ചെയ്യാണ്. എനിക്ക് ഈ പെയിന്റിംഗ് വേണം. ഞാൻ 10,000 നൽകാം. 15,000, 20,000, 30,000, 50,000.
ഗുഡു ഗുഡുഗുഡു ഫീൽ ആവുകയാണ്. 50,000 ഒരു തരം, 50,000 രണ്ട് തരം, 50,000 മൂന്ന് തരം. വിറ്റു കഴിഞ്ഞു. ഈ പൈസക്ക് ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് അല്ല പാർട്ടി തന്നെ തരും. മാഡം, നിങ്ങൾ ഇതുപോലെ മാസ്റ്റർ പീസ് ഇനിയും ഉണ്ടാക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും എനിക്ക് തന്നെ നൽകണം, മനസ്സിലായോ? എന്റെ കാർഡ്. Sure, sir. അടുത്തത് എപ്പോഴാണ് ചെയ്യുക? ഉടനെ നടക്കില്ല, ഒരുപാട് ഓടേണ്ടി വരും. നല്ല അടി കിട്ടാനും സാധ്യതയുണ്ട്. എന്ന് വച്ചാൽ